ഒരു കുര്യാക്കോസ് എന്ന് പറയുന്ന ആള് വളരെ ദേഷ്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. താൻ എന്താടോ ഗോപാല ഇങ്ങനെ ആയത് എന്ന്. കുര്യാക്കോസിനെ പോലെ ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് മുസ്ലിം സഹോദരന്മാരുണ്ട്, വേറെ കുറെ ക്രിസ്ത്യൻ സഹോദരന്മാരും. ഇവർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആണെന്നുള്ളത് എനിക്ക് തോന്നിയത് അവരുടെ പേരിൽ നിന്നാണ് കേട്ടോ. അവരുടെ യഥാർത്ഥ മതമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്താ ഇങ്ങനെ ആയതെന്ന് അതിനൊരു കാരണമുണ്ട്. കുര്യാക്കോസെ ഞാൻ എറണാകുളത്തെ MG റോഡിലെ ദ്വാരക ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നു. അവിടെ രാത്രി ലേറ്റ് നൈറ്റിൽ പലപ്പോഴും ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നിട്ടാണ് മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ ഒരിക്കൽ അവിടുത്തെ ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണകുമാറിൻ്റെ വെള്ളോടി പാർട്ടിക്ക് മൊത്തം ചാർജ് എൻ്റെ ആയിരുന്നു. രാത്രി 2 മണിയായി ഉറങ്ങിയപ്പോൾ. അത് കഴിഞ്ഞ് 1971 ജൂൺ മാസം 6-ാം തീയതി മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ രാജലക്ഷ്മി ടീച്ചറിൻ്റെ ക്ലാസ്സാണ് ഉച്ചയ്ക്ക് 2 മണിക്ക്. രാജലക്ഷ്മി ടീച്ചർ എനിക്ക് ക്ലാസ്, ഞങ്ങൾക്ക് 80 കുട്ടികൾക്ക് ക്ലാസ് മഹാരാജാസിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തലേദിവസം രാത്രി ഉറങ്ങാത്തത് കൊണ്ട് പതുക്കെ ക്ലാസ്സിൽ ഉറങ്ങി. അപ്പോൾ ടീച്ചർ ഹൈഡ്രജൻ ക്ലോറൈഡും ഹൈഡ്രജൻ ബ്രോമൈഡും ഒക്കെ വിവരിക്കുകയായിരുന്നു. ഹൈഡ്രജൻ ക്ലോറൈഡ് വിവരിക്കുന്ന സമയത്ത് ഞാൻ നല്ല ഉണർന്നിരുന്നു. ഹൈഡ്രജൻ ബ്രോമൈഡ് ആയപ്പോൾ തലേദിവസം രാത്രി ഉറങ്ങാത്ത കാരണം ഞാൻ ഉറങ്ങിപ്പോയി ക്ലാസ്സിൽ. എൻ്റെ മുഖത്ത് നോക്കി രാജലക്ഷ്മി ടീച്ചർ 2-3 പ്രാവശ്യം ഹൈഡ്രജൻ ബ്രോമൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വിവരിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദ്യം ചോദിച്ചു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. കുര്യാക്കോസ് എന്നല്ലേ പേര്? കുര്യാക്കോസ് എന്നാണെന്ന് തോന്നുന്നു, അല്ല കുരുവിള്ള എന്നോ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ക്രിസ്ത്യാനികളുടെ പേര് കിട്ടില്ല. പിന്നെ കുര്യാക്കോസെ ഞാൻ ഉറങ്ങിയ നിൽക്കുമ്പോൾ തന്നെ ഈ ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഹൈഡ്രജൻ ബ്രോമൈഡിനെ കുറിച്ചാണ് ചോദിച്ചെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ഞാൻ ഉറക്കമല്ലായിരുന്നുകൊണ്ട് ഞാൻ ഉത്തരം പറയാത്തത് കൊണ്ട് രാജലക്ഷ്മി ടീച്ചർ എന്നെ പിടിച്ച് 40 മിനിറ്റ് നേരം നിർത്തി. 1 മണിക്കൂർ ക്ലാസ്സാണ്. 60 പെൺകുട്ടികളും 20 ആൺകുട്ടികളും ഉള്ള പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ എന്നെ പിടിച്ച് നിർത്തി. അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് സെക്കൻഡ് ക്ലാസ് കൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടിയതാണ്. അവിടെയുള്ള ഒരു ക്ലർക്ക് എന്നെ സഹായിച്ചിട്ടാണ് അഡ്മിഷൻ കിട്ടിയത്. മറ്റുള്ളതൊക്കെ നല്ല കുട്ടികളാണ്. ഞാനാണെങ്കിൽ ലോക തല്ലിപ്പൊളി പഠിക്കാനൊന്നും അറിയാത്തൊരു പയ്യനുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ഗതികേടിൽ മറ്റുള്ളവരെന്നെ നോക്കുന്നത് തന്നെ വളരെ നെഗറ്റീവായിട്ടാണ്. മാർക്ക് കുറവായതുകൊണ്ട് ലാസ്റ്റ് അഡ്മിഷനാണ്. ഈ ടീച്ചർ ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ലൊരു അനുഗ്രഹം എനിക്ക് തന്നു. കുര്യാക്കോസ് 10 വർഷം പഠിച്ചാലും ഗോപാലകൃഷ്ണൻ കെമിസ്ട്രി പാസ്സാവില്ല എന്ന്. 10 വർഷം പഠിച്ചാലും കെമിസ്ട്രി പാസ്സാവില്ല എന്ന്. അത് ഈ 80 കുട്ടികളുടെ ഇടയിൽ വെച്ച് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര വേദന. അല്ലെങ്കിൽ തന്നെ അപകർഷതയുടെ ക്ലൈമാക്സിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഞാൻ. അതൊരു വാശിയായിട്ടെടുത്ത് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഗ്യാലറിയിൽ നിന്ന് ഇറങ്ങി ടീച്ചറുടെ മുമ്പിൽ വന്ന് നിന്ന് ഞാൻ പറഞ്ഞു, ടീച്ചർ എന്നെ ശപിച്ചില്ലേ 10 വർഷം കഴിഞ്ഞാലും പഠിച്ചാലും പാസ്സാവില്ല എന്ന്. ഞാൻ ടീച്ചറോട് ഞാൻ ശക്തമായിട്ട് പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കെമിസ്ട്രിയിൽ അവസാനത്തെ ഡിഗ്രിയും എടുക്കും. മാത്രമല്ല അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ റിസർച്ച് നടത്തും. അപ്പോൾ രാജലക്ഷ്മി ടീച്ചർ ചിരിച്ചോണ്ട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ഏറ്റവും അവസാനത്തെ ഡിഗ്രി എടുത്ത് ലോകത്തിലെ പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് നടത്തുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നു പറഞ്ഞു. അത് 2ാമത്തെ ഇടിവെട്ടായിരുന്നു എനിക്ക്. നമ്മൾ ചെറിയ പയ്യനല്ലേ, പക്ഷെ മനസ്സിൽ മുഴുവൻ ആ വാശിയും പ്രതികാരവുമായിരുന്നു. പ്രീ ഡിഗ്രിക്കും വളരെ കുറച്ച് മാർക്കേ എനിക്ക് കിട്ടിയുള്ളൂ. എന്നിട്ട് എന്നെ ഞാനാക്കി മാറ്റിയ പള്ളിക്കുന്നിൽ മത്തായി സാറിൻ്റെ കാല് പിടിച്ച് സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ എനിക്കൊരു അഡ്മിഷൻ കിട്ടി. അദ്ദേഹമാണ് എന്നെ ദ്വാരക ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്നത്. അവിടെ ഞാൻ ജില്ലാ ഫസ്റ്റായിട്ട് പാസ്സായി. പിന്നെ MSCക്ക് കേരളത്തിൽ 2 MSc എടുത്തു. 2നും ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനും തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ചു, നന്നായി വരും, ലോകത്തിന് വേണ്ടിയിട്ട് നീ ജീവിക്കണം. 25 വർഷം നീ ഗവൺമെൻറ് ചെലവിൽ പഠിച്ചു. 25 വർഷം നീ പ്രധാനമന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് CSIRലെ സീനിയർ സയൻറ്റിസ്റ്റായിട്ട് 25 വർഷം തികയുന്ന ദിവസം പുറത്തേക്ക് വരണം. പിന്നെ 25 വർഷം ഈ രാഷ്ട്രത്തിനും ഭാരതത്തിനും വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് കുര്യാക്കോസ് എൻ്റെ അച്ഛൻ എന്നോട് തലയ്ക്ക് കൈവച്ച് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ആവാൻ കാരണം അതൊക്കെയാണ് കുര്യാക്കോസ്. താൻ എന്താ ഇങ്ങനെ ആയത് ഗോപാല എന്ന് കുര്യാക്കോസ് ചോദിച്ചില്ലേ.
ഇതും തീർന്നില്ല. നരക ജീവിതം അനുഭവിച്ചിട്ടാണ് ഗോപാലകൃഷ്ണൻ ജീവിച്ചത്. വീട്ടിലൊന്നുമില്ലായിരുന്നു. ചെറുപ്പം മുതൽക്ക് തന്നെ അമ്പലത്തിൽ അസിസ്റ്റൻ്റായിട്ട് പോകണം, 4 മണിക്ക് എഴുന്നേൽക്കണം. അത് കഴിഞ്ഞ് ഈ അവർ കോളേജിൽ രാവിലെ 6 മണി തൊട്ട് 9 മണി വരെ ക്ലാസ്, വൈകുന്നേരം 4 തൊട്ട് രാത്രി 10 മണി വരെ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് വേണം സെൻറ് ആൽബർട്ട്സിൽ പഠിക്കാനും പിന്നീട് MSc മഹാരാജയിൽ പഠിക്കാനും പോകാനും. വീട്ടിനകത്ത് ഒന്നുമില്ല. ഞങ്ങൾ 6 കുട്ടികൾക്ക് ഒരു ഗതിയില്ലാത്ത ജീവിതമായിരുന്നു. കുറേ അധികം വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷേ മനസ്സ് ഇനിയും 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 ഒന്നുമല്ലാത്ത ഒരു മനുഷ്യൻ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നൊരാഗ്രഹം. ഡോക്ടർ PS രാമൻ സാർ അതിന് സപ്പോർട്ട് ചെയ്തു. കുറേ വ്യക്തികൾ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് MA ഡിഗ്രി എടുത്തു. അത് കഴിഞ്ഞ് ജേർണലിസത്തിൽ ഡിഗ്രി എടുത്തു. മാനസ ഗംഗോത്രി മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ MA സോഷ്യോളജിയിൽ നല്ല മാർക്കോടുകൂടി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 623 ദിവസം കൊണ്ട് PhD എടുത്തു. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സബ്ജക്റ്റിലാണ് PhD എടുത്തത്. അത് കഴിഞ്ഞിട്ട് MBA എടുത്തു. ICFI ബിസിനസ് സ്കൂളിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് സംസ്കൃതത്തിൽ ഞാൻ എഴുതിയ പല പുസ്തകങ്ങളും കൂടി ചേർത്ത് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ, ഭാരതത്തിലെ ഒരു സയൻറ്റിസ്റ്റിന് സ്വാതന്ത്ര്യത്തിന് ശേഷം DLit എന്ന ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന ബിരുദം നൽകിയിട്ടുള്ളൂ. അത് വാങ്ങിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ഒരു നരകയാതനയുള്ള ജീവിതത്തിൽ നിന്ന് പലരുടെയും അനുഗ്രഹം കൊണ്ട് ആ കുര്യാക്കോസെ ഇവിടം വരെ എത്തിയത്. കുര്യാക്കോസിൻ്റെ ചോദ്യത്തിന് ഉത്തരമായല്ലോ ഇല്ലേ? പിന്നെ ജന്മജന്മാന്തരത്തിൽ ഈ ഹിന്ദു ധർമ്മം പഠിക്കാനും വേദങ്ങൾ പഠിക്കാനും ഒക്കെ ചെറുപ്പം മുതൽക്ക് തന്നെ അവസരം കിട്ടി. കാരണം പൂജയ്ക്ക് ഓരോ വീട്ടിലും പോയാൽ 1.5 രൂപ കിട്ടും. ചില സ്ഥലത്ത് 1.25 രൂപ. ആ 1.25 രൂപയും 1.5 രൂപയാണ് ഫീസ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പൂജയ്ക്ക് പോകുമ്പോൾ നമ്മളെ വീണ്ടും വീണ്ടും വിളിക്കണമെങ്കിൽ നല്ലോണം മന്ത്രങ്ങൾ പഠിക്കണം, തന്ത്രം പഠിക്കണം. ഇത് കാണുന്നവർ ഞാൻ ഒരു കുട്ടിയാണെന്നറിയാം. അപ്പോൾ അവർക്ക് സംശയമുണ്ട്, എനിക്ക് ഈ മന്ത്രമൊക്കെ അറിയോ, തന്ത്രം അറിയോ, പൂജ അറിയോ, സംശയമുണ്ട്. അപ്പോൾ അവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ആ പൂജ നടത്തുന്ന വീട്ടുകാർ കുറേ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്കൊക്കെ ഉത്തരം കൊടുക്കാൻ ഇത് പഠിച്ചേ മതിയാവും. മന്ത്രങ്ങൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, തന്ത്രം പഠിക്കണം. അങ്ങനെ പലതും കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതി ചുറ്റുപാടുകളുടെ നിർബന്ധം കൊണ്ട് ആ കുര്യാക്കോസ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ ആയത്. പിന്നെ കുറെ കൂടി മുമ്പോട്ട് പോയപ്പോൾ നമ്മളുടെ സംസ്കാരത്തെ തകർക്കാനും അവഹേളിക്കാനും ന്യൂനപക്ഷത്തിൻ്റെ ബാനറും വെച്ചുകൊണ്ട് കുറേ മുസ്ലിങ്ങൾ, കുറേ ക്രിസ്ത്യാനികൾ, കുറേ കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ മറുപടി കൊടുക്കണമെങ്കിൽ ഈ അറിവ് വേണം. ഭഗവത്ഗീത പഠിച്ചു, 152 പുസ്തകങ്ങൾ എഴുതി. ഭാരതത്തിൽ 5 വോളിയം ഓട്ടോബയോഗ്രഫി എഴുതിയത് ഞാൻ മാത്രമേ ഉണ്ടാവൂ. ഓട്ടോബയോഗ്രഫി എഴുതിയത് 5 വോളിയം, 6ാമത്തെ വോളിയം തയ്യാറായിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടോ അതൊക്കെ വിഷയങ്ങൾ പഠിച്ചിട്ട് എഴുതിയതാണ്. പല പുസ്തകങ്ങളിൽ നിന്നും കോപ്പി അടിച്ചതല്ല. എൻ്റെ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട്, MBA ബാക്ക്ഗ്രൗണ്ട്, സോഷ്യോളജിയുടെ MA ബാക്ക്ഗ്രൗണ്ട്, ജേർണലിസത്തിൻ്റെ MJ ബാക്ക്ഗ്രൗണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയുടെ MSc ബാക്ക്ഗ്രൗണ്ട്, നാച്ചുറൽ പ്രോഡക്ട്സിലെ MSc ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും ഉപയോഗിച്ച് അമേരിക്കയിലും കാനഡയിലും ഒത്തിരി കാലം വർക്ക് ചെയ്തതിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച ഗോപാലകൃഷ്ണൻ ഇങ്ങനെയായത്. ഇനിയും അറിയണമെങ്കിൽ ചോദ്യം ചോദിക്കുക, അതിൻ്റെ ഉത്തരം പറയാമെന്ന് കുര്യാക്കോസിനോട് പറയുന്നു. താൻ എന്താടോ ഗോപാല ഇങ്ങനെയായെന്ന് ചോദിച്ചില്ലേ, ഈ കാരണം കൊണ്ടാണ് ഇങ്ങനെയായത്. മനസ്സിലായല്ലോ ഇല്ലേ കുര്യാക്കോസ്? പക്ഷെ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും എൻ്റെ മനസ്സിനകത്ത് തളരരുത്, തളരരുത്. എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരു പ്രയോജനമില്ലാത്ത കേസ്, ഒരു കാര്യത്തിനുമല്ല കേസെടുത്തത്. അവിടെയും തളരും. മരണം വരെ ഈ ജന്മം എൻ്റെ അച്ഛൻ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ച് ശിഷ്ടകാലം രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ ആ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ച അനുഗ്രഹമാണ് ഗോപാലകൃഷ്ണൻ ഇപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് ധാരാളം നെഗറ്റീവുകൾ ഉണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഞാൻ തളരില്ല, തകരില്ല. ആരൊക്കെ എന്നെ പച്ച തെറി പറഞ്ഞാലും ഞാൻ തളരില്ല. അവസാന ശ്വാസം വലിക്കുന്നത് ചിരിച്ചുകൊണ്ട് വലിക്കണം. എൻ്റെ ശരീരം ഇലക്ട്രിക് ക്രമറ്റോറിയത്തിൽ വഴുതക്കാടിൽ വെക്കുന്ന ദിവസം എനിക്കറിയാം. അതിന് 10 മിനിറ്റ് മുമ്പ് വരെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഗോപാലകൃഷ്ണൻ. ഈ നിശ്ചയദാർഢ്യമാണ് ഗോപാലകൃഷ്ണനാക്കിയത്. താൻ എന്താടോ ഗോപാല ഇങ്ങനെ ആയതെന്ന് ചോദിച്ചില്ലേ, ഈ കാരണം കൊണ്ടാണ്. രാജലക്ഷ്മി ടീച്ചറിൻ്റെ ശാപവും പള്ളിക്കുന്നേൽ മത്തായി സാറിൻ്റെ അനുഗ്രഹവും ഡോക്ടർ PS രാമൻ്റെ അനുഗ്രഹവും പിന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടുത്ത ഓരോ വ്യക്തികളും എനിക്ക് നൽകിയ പ്രോത്സാഹനങ്ങളും
ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ മുസ്ലിങ്ങളിൽ ചെറിയൊരു വിഭാഗം ഉൾപ്പെടെ വലിയൊരു വിഭാഗം ഹൈന്ദവ ജനത ഭാരതത്തിനകത്തും പുറത്തും ഗോപാലകൃഷ്ണൻ നൽകിയ അനുഗ്രഹങ്ങൾ 5 ഗ്രാം ഞാൻ സമൂഹത്തിന് കൊടുക്കുമ്പോൾ 100 ഗ്രാം അല്ല 100 കിലോഗ്രാം സമൂഹം എനിക്ക് തിരിച്ചു തരുന്നു. ഗോപാലകൃഷ്ണനെ സ്വീകരിക്കാൻ ഇന്ന് ധാരാളം പേരുണ്ട്. ഞാൻ പൊന്നാടയും ബൊക്കെയും സർട്ടിഫിക്കറ്റുകളും മോതിരങ്ങളും ഒന്നും സ്വീകരിക്കാറില്ല. വേണ്ട എന്ന് തീരുമാനിച്ച ഭഗവാൻ സത്യസായി ബാബ പാദത്തിൽ നമസ്കരിക്കാൻ അവസരം നൽകി തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചു. മാതാ മൃതാനന്ദമയി എന്നോട് പറഞ്ഞു, മോൻ എൻ്റെ അടുത്ത് വരണ്ട, ഞാൻ മോൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്, ധൈര്യമായിട്ട് പ്രവർത്തിക്കാം. ശ്രീ രവിശങ്കർ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും സിഡ്നിയിൽ വെച്ചിട്ട്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയില്ല കാലിഫോർണിയയിൽ വെച്ചിട്ടും സിഡ്നി 2 സ്ഥലത്ത്, ഒന്ന് അമേരിക്കയിൽ ഒന്ന് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടും we know how you are learning and teaching Hindu dharma in our ashram. We always used to pay your CD എന്ന് പറഞ്ഞു. ധാരാളം ഇന്ന് ജീവിച്ചിരിക്കുന്ന അവതാരങ്ങളായിട്ട് ഹിന്ദുക്കൾ കണക്കാക്കുന്ന ധാരാളം വ്യക്തികളുടെ അനുഗ്രഹാശിസുകൾ ഗോപാലകൃഷ്ണൻ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് മതി ഒരു ജാൻ വയറിനുള്ള പെൻഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ CSIR സീനിയർ സയൻറ്റിസ്റ്റായിട്ട് തരുന്നുണ്ട്. BSNL എംപ്ലോയി ആയ എൻ്റെ ഭാര്യയും ഞാനും VRS എടുക്കുക ചെയ്ത് അവൾക്കും പെൻഷനുണ്ട്. അത് കാരണം ഇപ്പം ജനങ്ങൾ തരുന്ന അനുഗ്രഹമാണ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആവാൻ കാരണം. കുര്യാക്കോസെ മതിയല്ലോ ഇല്ലേ? കുര്യാക്കോസിന് പ്രണാമം.